ഹലോ ഗൈസ്, 50 ഡേയ്സ് 50 കാർ മോഡിഫിക്കേഷൻ ചാലഞ്ചത്തെ ഡേ 2 ആണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിരുന്നു സൂപ്പർ MK4 ചെയ്യുമോ പറഞ്ഞിട്ട്. അപ്പോൾ ആ കാറ് ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ആ കാറാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ആ കാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാറുകൾ കാണണം, അതേപോലെ കാറുകൾ ഇങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി. അടുത്ത വീഡിയോയിൽ ഞാൻ ആ കമൻ്റ് അല്ല, ആ കാറ് ഞാൻ മോഡിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ കാറ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ കാർ നിങ്ങൾ കണ്ടു നോക്കി എങ്ങനെയുണ്ട് രസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യേ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കണ്ടോളി. അപ്പോൾ ഇതാണ് കാറ് കറക്റ്റ് ഈ മറ്റേ പോൾ വാക്കറിൻ്റെ സൂപ്പറുടെ പോലെ കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ കാറ് നല്ലപോലെ അറിയണവർക്ക് അറിയാം ഇതിൻ്റെ വ്യത്യാസങ്ങൾ. അപ്പോൾ വ്യത്യാസങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളി. എന്തൊക്കെ വ്യത്യാസങ്ങൾ, എന്തൊക്കെ കുറവുണ്ട് നമുക്കറിയാലോ. അപ്പോൾ ഈ ഇതാണ് കാറ്. ഇനി നമുക്കിതൊന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. അപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വല്ലാണ്ട് സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലം വെച്ച് ഇൻഡോ പോയി നോക്കുമ്പോൾ വേറെ സ്ഥലങ്ങളില്ല. അപ്പോൾ ഈ സ്ഥലം തന്നെ ഒന്ന് തിരിച്ചു വന്നിട്ട് ഈ സ്ഥലത്ത് തന്നെ നിന്നിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ പാളിപ്പോയിട്ടുണ്ട്. കാരണം ഈ വണ്ടിക്ക് അത്യാവശ്യത്തിന് പവറുണ്ട്, അതേപോലെ ഇത് കയ്യിൽ നിൽക്കണില്ല. അതുപോലെ തന്നെ വേറെ ഉള്ളൊരു പ്രശ്നമാണ്, എനിക്ക് നല്ലപോലെ ഡ്രിഫ്റ്റ് ചെയ്യാനും അറിയില്ല. അപ്പോൾ എങ്ങനെ ആയാലും എന്തെങ്കിലുമൊക്കെ നല്ല ലാഗ് ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.